ഹേയ് ഗൂഗിൾ, രാവിലെ 11:30 അലാറം സെറ്റ് ചെയ്യുക. ശരി, രാവിലെ പകൽ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് ഗൂഗിൾ, ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ, ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഐഫോണിൽ ഹേ സിറി എന്ന് പറഞ്ഞ് ഫോണിനെ കൊണ്ട് തന്നെ ഓരോ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത് പോലെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഹേ ഗൂഗിൾ എന്നോ ഓക്കെ ഗൂഗിൾ എന്നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഉണ്ടായിരിക്കണം. ഒട്ടുമിക്ക പുതിയ സ്മാർട്ട് ഫോണുകളിലും ജെമിനി ആപ്പ് ഓൾറെഡി വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഫോണിൽ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ജെമിനി ആപ്പിൽ ലാംഗ്വേജ് സെറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചതുപോലെ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ ആദ്യം ജെമിനി ആപ്പ് മലയാളമാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ജെമിനി ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് ഇംഗ്ലീഷാണ് സെലക്ട് ആയി കിടക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ മറ്റു ഭാഷകൾ. ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് താഴോട്ട് പരിശോധിച്ചാൽ എവിടെയെങ്കിലും മലയാളം ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ വരും. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ ജെമിനി ആപ്പ് ഒന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും ഓപ്പൺ ആകും. അതോടെ നിങ്ങളുടെ ഫോണിൽ മലയാളം സെറ്റ് ആകുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് വീണ്ടും പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ താഴെ വന്നാൽ സെറ്റിങ്സ്, അതായത് ക്രമീകരണങ്ങൾ എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജെമിനിയോട് ഹാൻഡ് ഫ്രീ ആയി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇംഗ്ലീഷിലാണെങ്കിലും ഹാൻഡ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും ആ ഓപ്ഷനിൽ. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഹേ ഗൂഗിൾ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടേൺ ഓൺ ചെയ്യേണ്ട ഒരു പേജ് ഓണായി വരുന്നതാണ്. ടേൺ ഓൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വലതുഭാഗത്ത് താഴെ കാണുന്ന ബട്ടണിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ട്രെയിനിങ് പേജാണ്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ നമ്മൾ വായിച്ചാൽ മതി. 4ഓളം ഓപ്ഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ഒരു നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കൂ. എഴുതിയിരിക്കുന്ന കാര്യം അതേപോലെ വായിച്ചപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വന്നിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ, നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും? ഓക്കെ, അതും ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യങ്ങൾ വരും. അത് നിങ്ങൾ കൃത്യമായി വായിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്, കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. 4ഉം സംസാരിച്ച് പൂർത്തിയാക്കുന്നതോടെ റെഡി ആയെന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താഴെയുള്ള ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പോപ്പപ്പ് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ ഇത് നമ്മുടെ ഫോണിൽ സെറ്റായി. ഇനി നമ്മൾ ഹേയ് ഗൂഗിൾ എന്നോ ഓക്കെ ഗൂഗിൾ എന്നോ പറഞ്ഞിട്ട് നമുക്ക് ഫോണിൽ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യം പറഞ്ഞാൽ മതി. ഫോൺ തന്നെ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഹേയ് ഗൂഗിൾ, വൈകുന്നേരം 4:30 അലാറം സെറ്റ് ചെയ്യുക. ഓക്കെ, വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് ഗൂഗിൾ, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക. ശരി, ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഫോണിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഓപ്ഷൻ വേണ്ട, അത് ഓഫ് ചെയ്യണമെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ സെറ്റിങ്സിലൂടെ ആ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹേയ് ഗൂഗിൾ എന്ന് പറയുന്ന ബട്ടൺ ഓണായി കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടുന്ന സമയത്ത് ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഇനി സെറ്റിങ്സിനകത്ത് ശബ്ദം മാറ്റുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് മറുപടി തരുന്ന ശബ്ദം മാറ്റാൻ ഇതിനകത്ത് നിരവധി ശബ്ദം ഉണ്ടാവും, ഫീമെയിലും മെയിലും ആയിട്ടുള്ളത്. നമുക്ക് ഏത് ശബ്ദമാണ് മറുപടിയായിട്ട് ലഭിക്കേണ്ടത് ആ ശബ്ദം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.